ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫീസ് മാജിക് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് റെഡ് ബി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെഡ് ബി കേക്ക് എന്ന് പറയുമ്പോൾ 3 ഫ്ലേവറിലുള്ള കേക്കാണ് വരുന്നത്. വാനില കേക്ക് വരുന്നുണ്ട്, ചോക്ലേറ്റ് കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ ഈ 3 കേക്കിൻ്റെ ഫ്ലേവറും ഒറ്റ കേക്കിൽ നമുക്ക് കിട്ടും. ഇത് കാണാൻ നല്ല അടിപൊളി ലുക്കാണ്, ഒപ്പം കഴിക്കാനാണെങ്കിലും സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റും കൂടിയാണ്. കൂടാതെ ഇതിൽ നമ്മൾ വെബ് ഡിസൈൻ അല്ലെങ്കിൽ മാർബിൾ ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ 3 കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. വാനില കേക്കിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി 1/2 കപ്പിൻ്റെ ബാക്കി ഭാഗത്തേക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കൂടി ചേർത്തിട്ട് 1/2 കപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം അത് ഒരു ഭാഗത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മൂന്നാമത് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് അതും നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സാധനം ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അരിച്ചെടുക്കണം കേട്ടോ. ഞാനിത് മറന്നുപോയതാണ്. അപ്പോൾ ഇതൊന്ന് ലാസ്റ്റ് ഒന്ന് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും നമുക്ക് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാനില കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 എഗ്സ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണ് 1/2 കപ്പ്. ഈ പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഗ്സ് നന്നായിട്ട് ബീറ്റായിട്ട് വരണം, നല്ല ക്രീമി ആയിട്ട് മാറുന്നത് വരെ ഇതിന് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ മാറി, കോഴിമുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളർ ആകുന്നത് വരെ ഇതിനെ ബീറ്റ് ചെയ്യുക. ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ, നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ട് മാറുന്നത് വരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഈ ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അത് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് വാമായിട്ടുള്ള മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ അതിന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിനെ ഇതിലേക്ക് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് പതുക്കെ കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സിങ് ചെയ്യരുത്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് പൊങ്ങി വന്നതൊക്കെ അതേപോലെ തന്നെ ക്രീമൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ ഒരു 8 ഇഞ്ചിൻ്റെ പാന് ഓൾറെഡി അത് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്ററിനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്ക്രൂവർ ഉപയോഗിച്ച് ഈ രീതിയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പ് കിട്ടും. കേക്കിൻ്റെ മുകൾ ഭാഗം അങ്ങനെ ഫ്ലാറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതിനെ ഓവനിലേക്ക് വെച്ചിട്ട് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിലാണ് ഞാൻ ഇത് ബേക്ക് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു വയർ റാക്കിൻ്റെ മുകളിൽ തണുക്കാൻ വെച്ചതിന് ശേഷം ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 എഗ്സ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നല്ല നേരത്തെ പോലെ ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ട് മാറുന്നത് വരെ ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ എന്തായാലും അതിനെ ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് പൊങ്ങി വരണം. നല്ലൊരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക്
1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവർ മിക്സിങ് ചെയ്യാതെ നമുക്കതിനെ കമ്പൈൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചൂടായിട്ടുള്ള ചെറിയ ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്ക് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്നൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിനെ 8 ഇഞ്ചിൻ്റെ നേരത്തെ ചെയ്ത അതേ പാനിൽ തന്നെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ബാറ്ററിനെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് സ്ക്രൂവർ ഉപയോഗിച്ച് ഇങ്ങനെ മുകൾ ഭാഗത്ത് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ കറക്റ്റ് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് നമുക്ക് ബേക്കായിട്ട് കിട്ടും. ഇതിനെ നമുക്ക് വയറാക്കിന് മുകളിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ചില്ല് ചെയ്തെടുക്കണം. ഇനി നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 എഗ്സ് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ അടിച്ച് പതിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ക്രീമി ആയിട്ട് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്തിട്ട് ഇതിനെ നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആവുന്നത് വരെ നേരത്തെ പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ചെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളർ സ്പ്ലാഷിൻ്റെ ഒരു 2 ഡ്രോപ്പ് റെഡ് കളർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കൂടി ചേരുമ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടും. പിന്നെ ഇതിൽ ക്യാമറയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല റെഡ് കളറാണ്, വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒറിജിനൽ കളർ നല്ല റെഡ് കളറാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതും നല്ലൊരു റെഡ് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ബീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബാച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്ക് പതുക്കെ അത് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വീഡിയോ ഫാസ്റ്റാക്കി കാണിക്കുന്നതുകൊണ്ടാണ് ഇത് സ്പീഡിൽ മിക്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി 8 ഇഞ്ചിൻ്റെ നേരത്തെ പോലെ തന്നെ ലൈൻ ചെയ്തിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് അതിനെ നേരത്തെ പോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രൂവർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് 20 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വിവോൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. ഇതൊരു 2 കപ്പ് ഞാൻ തണുത്ത ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കണം, നല്ല തണുപ്പും വേണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര പൊടിച്ചതിന് ശേഷം അരിച്ചത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റിഫ് പീക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. അപ്പോൾ നമ്മൾ സ്പാച്ചുലയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ താഴേക്ക് വീഴാത്ത ഒരു ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു കേക്ക് ബോർഡിലേക്ക് ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയറായിട്ട് വാനില കേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിൽക്ക് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നത്. ഇത് മിൽക്കിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ക്രീമും കൂടി മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഈ ഒരു ഗനാഷ് ക്രീമിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. മിൽക്ക് മിക്സിൽ സോക്ക് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക.
ഇനി ഇതിന് മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും ക്രീമും കൂടി മൈക്രോവേവ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേർഡ് ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ്. ഈ ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും മിൽക്ക് സൊല്യൂഷനിൽ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും സൈഡ്സിലൊക്കെ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നമുക്ക് കേക്കിനെ ആദ്യം തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കേക്ക് സെറ്റ് ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫൈനലായിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. സൈഡ്സിലും മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കേക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഗനാഷും ഗ്ലേസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വിസിയോൺ കമ്പനീൻ്റെ ന്യൂട്രൽ കോൾഡ് ഗ്ലേസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ടീസ്പൂണ് ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ടെക്സ്ചറിലേക്ക് ആക്കി മാറ്റാം. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഒരു 2-3 ഡ്രോപ്സൊക്കെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് ആ ഒരു പറ്റിയൊരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ ഇതാണ് ഈ രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് കളറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസയർ എന്നുള്ള കമ്പനിയുടെ വൈറ്റ് കളറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്സ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഡ്രോപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സ്പൂണ് തിരിച്ച് പിടിക്കുമ്പോൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോവാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഗ്ലേസ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് വാനില കോൾഡ് ഗ്ലേസ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ഈ ഒരു പാലറ്റ് നൈഫിനെ അറ്റത്തായിട്ട് ഈ രീതിയിൽ ഈ ഒരു ഗ്ലേസ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഗനാഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1:2 റേഷ്യോയിൽ ഒരു 1/2 കപ്പ് ക്രീമും 1 കപ്പ് ചോക്ലേറ്റും അതേപോലെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൂപ്പർ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ റെഡ് ഒരു 2-3 ഡ്രോപ്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കൂടെ മിൽക്ക് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡാർക്ക് റെഡ് കളർ നമ്മൾ ഗനാഷിന് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂൺ ന്യൂട്രലിൻ്റെ ഗ്ലേസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് റെഡിയാക്കാൻ വേണ്ടി വീണ്ടും 1:2 റേഷ്യോയിൽ തന്നെ ഒരു 1/2 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് ക്രീമും കൂടി മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ന്യൂട്രൽ കോൾഡ് ഗ്ലേസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഗനാഷിന് നല്ലൊരു ഗ്ലേസ് കിട്ടും. ഇനി നല്ല തണുത്തിട്ടുള്ള കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നല്ല തണുത്ത കേക്കിന് മുകളിലേക്കാണ് നമ്മൾ ഗനാഷ് ചെറിയ ചൂടിലാണ് നമ്മൾ ഗനാഷ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗനാഷിൻ്റെ ചൂട് കൂടാൻ പാടില്ല. ചെറിയ ലൂക്ക്വാം ചൂടിലുള്ള ഗനാഷാണ് നമ്മൾ ഈ ഒരു തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പകുതിയിലേക്ക് നമുക്ക് ആ റെഡ് കളറിലുള്ള ഗനാഷ് ചേർത്ത് കൊടുക്കാം. അതൊഴിച്ച് കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ സൈഡ്സിലൂടെയൊക്കെ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഗനാഷിൻ്റെ ചെറിയൊരു ചൂട് ഗനാഷിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് പകുതിയിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും അതേ സെയിം ലുക്ക് ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പാലറ്റ് നൈഫിൽ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് ഗ്ലേസ് ഉണ്ടല്ലോ, ആ ഒരു വൈറ്റ് ഗ്ലേസ് ആ ഒരു പാലറ്റ് നൈഫ് നമ്മൾ പതുക്കെ ഇതിൻ്റെ മുകളിലൂടെ സ്വൈപ്പ് ചെയ്തെടുക്കണം. ഒറ്റൊരു വലി മാത്രമേ വലിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിൽ നല്ലൊരു വെബ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു മാർബിൾ ഡിസൈൻ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ റെഡ് ബീ കേക്ക് വിത്ത് വെബ് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ
വാച്ചിങ്.